നമസ്കാരം. സ്കോൾ കേരള +2 വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഫോക്കസ് ഏരിയയിലെ ഇസ്ലാമിക ചരിത്ര ഫോക്കസ് ഏരിയയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള മുസ്ലിം വേൾഡ് അണ്ടർ ഓട്ടോമൻസ്, ഒട്ടോമൻ ഭരണകൂടത്തിന് കീഴിലുള്ള ഇസ്ലാമിക ലോകം എന്നറിയപ്പെടുന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. 4ാമത്തെ ചാപ്റ്റർ ലോകത്ത് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഭരിച്ചിട്ടുള്ള, ഒരുപാട് വർഷക്കാലം ഭരിച്ചിട്ടുള്ള, യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയും അടക്കി ഭരിച്ചിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു ഒട്ടോമൻസ് എന്നറിയപ്പെടുന്നത്. ആ ഒരു ഭരണകൂടത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും നമ്മളിതിൽ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത് ഒട്ടോമൻ ഡൈനാസ്റ്റിയുടെ ഒരു ഉത്ഭവത്തെക്കുറിച്ചിട്ടാണ്. ഈ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 1098 ആവുന്ന സമയത്ത് തുർക്കിയിലെ ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന സ്ഥലം സെൽജൂക്ക് ഭരണാധികാരികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതിനുശേഷം പിന്നീട് ഏഷ്യ മൈനർ ഭരിച്ചിട്ടുണ്ടായിരുന്നത് സെൽജൂക്ക് ഭരണാധികാരികളായിരുന്നു. പിന്നീട് മംഗോൾസ് സെൽജൂക്സിനെ ആക്രമിച്ച സമയത്ത് ഈ ഏഷ്യ മൈനറിലുള്ള ജനങ്ങൾ എർത്തുഗൽ എന്നറിയപ്പെടുന്ന നേതാവിന് കീഴിൽ സെൽജൂക്ക് ഭരണകൂടത്തെ സഹായിച്ചു. മംഗോൾസുമായിട്ടുള്ള ആ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം സെൽജൂക്ക് ഭരണാധികാരികൾ ഈ ഏഷ്യ മൈനറിലുള്ള ജനങ്ങൾക്കും അവരുടെ നേതാവായിട്ടുള്ള എർത്തുഗലിനും സമ്മാനമായിട്ട് ഒരു സ്ഥലം അവർക്ക് സമ്മാനമായി നൽകി. ആ സ്ഥലത്തിൻ്റെ പേരാണ് സോട്ട് എന്നറിയപ്പെടുന്നത്. ആ സോട്ട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ആസ്ഥാനമാക്കിയിട്ടാണ് പിന്നീട് ഒട്ടോമൻ ഭരണകൂടം എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ വലിയ ഈ ഒരു സാമ്രാജ്യം ഉയർന്നു വന്നിട്ടുള്ളത്. നോക്കാം ഇനി നമുക്കതിൻ്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ഓട്ടോമൻസ്. ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള മേൽവിലാസം. ഒരുപാട് ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ ഭരണാധികാരിയാണ് ഉസ്മാൻ എന്നറിയപ്പെടുന്നത്. ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ സ്ഥാപകനാണ് ഉസ്മാൻ എന്നറിയപ്പെടുന്നത്. എർത്തുഗലിൻ്റെ മകനായിരുന്നു ഉസ്മാൻ എന്നറിയപ്പെടുന്നത്. എർത്തുഗലിൻ്റെ മരണശേഷം ഈ ഒട്ടോമൻ അല്ലെങ്കിൽ ഈ ഒരു തുർക്കിഷ് ജനങ്ങളുടെ നേതാവായിട്ട് ഉസ്മാൻ വന്നു. അതിനുശേഷം സോട്ട് ആസ്ഥാനമാക്കി അദ്ദേഹം കായ് ബേലിക് എന്നറിയപ്പെടുന്ന, കായ് പ്രിൻസിപ്പാലിറ്റി എന്നറിയപ്പെടുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ചെറിയ നാട്ടുരാജ്യം അദ്ദേഹം ഉണ്ടാക്കി. ചെറിയൊരു ഭരണകൂടം കായ് ബേലിക് എന്നറിയപ്പെടുന്ന. അതിനുശേഷം തുർക്കിയിലെ അദ്ദേഹം ആ സമയത്തുള്ള തുർക്കിയിലെ അവസ്ഥ നോക്കുന്ന സമയത്ത് ഗാസി സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നാട്ടുരാജ്യങ്ങളാക്കി, അല്ലെങ്കിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ തുർക്കിയിൽ ഇങ്ങനെ ഭരിക്കുന്നുണ്ട്. ഗാസി സൊസൈറ്റീസ് എന്നുള്ളതാണ് ആ നാട്ടുരാജ്യങ്ങൾ അറിയപ്പെടുന്നത്. ആ ഗാസി സൊസൈറ്റി എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഒട്ടോമൻ എന്നറിയപ്പെടുന്ന സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തുടക്കമായിട്ട് അറിയപ്പെടുന്നത്. ഒട്ടോമൻസിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഉസ്മാൻ എന്നറിയപ്പെടുന്നത്. 2ാമത്തെ വ്യക്തിയാണ് ഈ ഒരു ഭരണകൂടത്തിലെ ഭരണാധികാരിയാണ് ഓർഖാൻ എന്നറിയപ്പെടുന്നത്. ഉസ്മാൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് ക്യാപിറ്റൽ സിറ്റി ചേഞ്ച്ഡ് ഫ്രം സോട്ട് ടു ബ്രൂസ. അദ്ദേഹം തലസ്ഥാന നഗരം സോട്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്നും ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ നിന്നും പിടിച്ചടക്കിയിട്ടുള്ള ബ്രൂസ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം മാറ്റി. അപ്പോൾ ഓർഖാൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും തലസ്ഥാനം മാറ്റിയതാണ് സോട്ടിൽ നിന്നും ബ്രൂസയിലേക്ക് തലസ്ഥാനം മാറ്റിയെന്നുള്ളത്. ദെൻ 3ാമത്തെ വ്യക്തി എന്നറിയപ്പെടുന്നത് മുറാദ് എന്നുള്ളതാണ്. ഭരണാധികാരിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മുറാദ് എന്നുള്ളത്. മുറാദിൻ്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ആദ്യമായിട്ട് ഭരണാധികാരിയായ സമയത്ത് ആദ്യം സ്വീകരിച്ചിട്ടുള്ളത് സുൽത്താൻ എന്നുള്ള സ്ഥാനപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടുള്ളത്. സുൽത്താൻ എന്നുള്ള സ്ഥാനപ്പേരിലാണ്. ബാക്കിയുള്ള ഉസ്മാനും ഓർഖാനും ഒക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അമീർ അല്ലെങ്കിൽ ബേഗ് എന്നുള്ള പേരിലായിരുന്നു. ഇദ്ദേഹം ഭരണാധികാരിയായ സമയത്ത് ആദ്യം അറിയപ്പെട്ടുള്ളത് സുൽത്താൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടുള്ളത്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അദ്ദേഹമാണ് ജാനിസറീസ് എന്നറിയപ്പെടുന്ന ഒരു സൈനിക വിഭാഗത്തെ രൂപീകരിച്ചിട്ടുള്ളത്. ജാനിസറീസ് എന്ന് പറഞ്ഞാൽ ഒട്ടോമൻ സൈന്യത്തിന് കീഴിൽ യുദ്ധത്തടവുകാരായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു അടിമ വിഭാഗത്തിൻ്റെ സൈനിക വിഭാഗത്തെയാണ് ജാനിസറീസ് എന്നറിയപ്പെടുന്നത്. യൂറോപ്പിലെ തന്നെ പ്രബല ശക്തിയായിട്ടുള്ളൊരു വിഭാഗമായിരുന്നു ജാനിസറീസ് എന്നുള്ളത്. ഒട്ടോമൻസിനെ അവരുടെ നല്ല ഒരു ശക്തമായിട്ടുള്ള ഭരണകൂടമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഭരണകൂടം കൂടിയായിരുന്നു ജാനിസറീസ് എന്നുള്ളത്. അത് നിർമ്മിച്ചിട്ടുള്ളത് മുറാദ് 1ാമൻ്റെ കാലഘട്ടത്തിലാണ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഭരണാധികാരി മുഹമ്മദ് ഫസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവം എന്നുള്ളത് അദ്ദേഹം തലസ്ഥാനം ഒന്നുകൂടെ മാറ്റി. തലസ്ഥാനം ബ്രൂസയിൽ നിന്ന് അഡ്രിയാനോപ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം തലസ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്ന ഭരണാധികാരി എന്നുള്ളത് മുഹമ്മദ് സെക്കൻഡ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. മുഹമ്മദ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ് പ്രശസ്തമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലം ഓട്ടോമൻസ് കീഴടക്കുന്നത്. 1453
ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ളത് മുഹമ്മദ് സെക്കൻഡിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. ദെൻ ബയാസിദ് സെക്കൻഡ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അടുത്തൊരു ഭരണാധികാരിയായിട്ടുള്ളത്. അദ്ദേഹം ജസ്റ്റ് എന്ന പേരിൽ, ദ ജസ്റ്റിസ്, നീതിമാൻ എന്നുള്ള പേരിൽ, ജസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടുള്ള ഭരണാധികാരിയാണ്. മുസ്ലിം സ്പെയിനിൽ നിന്ന്, ഗ്രാനഡയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് അഭയം കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നല്ല രീതിയിൽ ജസ്റ്റിസ്, നീതിയോടുകൂടി ഭരിച്ചതുകൊണ്ട് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പേരാണ് ജസ്റ്റിസ് എന്നുള്ളത്. ഒട്ടോമൻ ഭരണകൂടത്തിലെ അടുത്ത ഒരു ഭരണാധികാരിയാണ് സലീം ഫസ്റ്റ് എന്നറിയപ്പെടുന്നത്. സലീം ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒട്ടോമൻ ഭരണകൂടത്തിനകത്ത് ആദ്യത്തെ ഖലീഫയായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് സലീം ഒന്നാമൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ആദ്യത്തെ ഖലീഫ അറിയപ്പെടാൻ കാരണം അദ്ദേഹമാണ് മംലൂക്ക് ഭരണകൂടത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈജിപ്തും മക്കയും മദീനയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒട്ടോമൻസിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. അതല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ അദ്ദേഹം കീഴടക്കിയതിനു ശേഷം അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിട്ടു അദ്ദേഹം ഖലീഫയാണ്, ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയാണെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹം ഖലീഫ എന്നുള്ള സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. നെക്സ്റ്റ് അടുത്തൊരു ഭരണാധികാരി എന്നുള്ളത് സുലൈമാൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. ഒട്ടോമൻ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ് സുലൈമാൻ എന്നറിയപ്പെടുന്നത്. ഒട്ടോമൻസിൻ്റെ ഒരു ഗോൾഡൻ ഏജ്, ഒട്ടോമൻ ഭരണകൂടത്തിലെ തന്നെ ഒരു സുവർണ കാലഘട്ടം എന്നുള്ളത് സുലൈമാൻ്റെ കാലഘട്ടമായിരുന്നു. നന്നായിട്ട് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നല്ല ഒരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുലൈമാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായി ഭരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാനപ്പേരുണ്ടായിരുന്നു. ആ സ്ഥാനപ്പേരാണ് സുലൈമാൻ ദി മാഗ്നിഫിഷ്യൻ എന്നറിയപ്പെടുന്നത്. സുലൈമാൻ ദി മാഗ്നിഫിഷ്യൻ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാനപ്പേര് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് മെഹമൂദ് സെക്കൻഡ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. മെഹമൂദ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും പരിഷ്കാരങ്ങളാണ്. ആ പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് തൻസീമാത്ത് റിഫോംസ് എന്നുള്ളത്, തൻസീമാത്ത് ഭരണപരിഷ്കാരങ്ങൾ എന്നുള്ളത്. തൻസീമാത്ത് ഭരണപരിഷ്കാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടോമൻസ് ഭരണകൂടത്തെ വെസ്റ്റേണൈസ് ചെയ്യുക, അതേപോലെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം തുടങ്ങിയിട്ടുള്ള പരിഷ്കാരങ്ങളെയാണ് തൻസീമാത്ത് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഒരു ഭരണാധികാരി, അവസാനം നമ്മൾ പറയുന്ന ഒരു ഭരണാധികാരി അബ്ദുൽ ഹമീദ് സെക്കൻഡ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയെ കുറിച്ചിട്ടാണ്. അബ്ദുൽ ഹമീദ് സെക്കൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം ഭരണാധികാരിയായ സമയത്ത് അദ്ദേഹം ഒരു ഭരണഘടന കൊണ്ടുവന്ന് ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ഭരണഘടന നിരോധിക്കുകയും അബ്സല്യൂട്ട് മൊണാർക്കി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തികഞ്ഞ ഏകാധിപത്യ ഭരണം അദ്ദേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒട്ടോമൻ ഭരണകൂടത്തിലെ ഒരു ഓട്ടോക്രാറ്റിക് റൂളറായിട്ട്, തികഞ്ഞ ഏകാധിപത്യ ഭരണാധികാരിയായിട്ടാണ് അബ്ദുൽ ഹമീദ് സെക്കൻഡ് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് അവരുടെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ. ഓരോ ഭരണാധികാരികളെക്കുറിച്ചും അവരുടെ പ്രത്യേക കാലഘട്ടത്തിൽ നടന്നുള്ള പ്രത്യേക സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ളതാണ്. 1453 നടത്തിയിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കൽ എന്നുള്ളതാണ്. മുഹമ്മദ് സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. എല്ലാ ഓട്ടോമൻ ഭരണാധികാരികളും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് ബോസ്ഫറസ് കടലിടുക്കിൻ്റെ അടുത്തുള്ള സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ളത്. ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കയ്യിലായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് മുഹമ്മദ് സെക്കൻഡ് ആദ്യം ചെയ്തിട്ടുള്ളത് ബോസ്ഫറസ് സ്ട്രൈറ്റ് എന്നറിയപ്പെടുന്ന കടലിടുക്കിൻ്റെ ഏഷ്യയുടെ മേഖലയിൽ അദ്ദേഹം ഒരു പുതിയ കോട്ട പണിതു. റുമേലിയ ഹിസാർ എന്നറിയപ്പെടുന്ന ഒരു കോട്ട അദ്ദേഹം പണിതിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള, അല്ലെങ്കിൽ ബോസ്ഫറസ് സ്ട്രൈറ്റിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ഇടപെടുകയും അവിടെ നിന്ന് നികുതി കളക്ട് ചെയ്യുകയും അതിലൂടെ വരുന്ന യൂറോപ്യൻ കപ്പലുകളെയൊക്കെ അദ്ദേഹം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അവസാനം 1453 അദ്ദേഹം ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലം ജാനിസറി സൈനിക വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ 2 ലക്ഷത്തോളം വരുന്ന സൈനികരുടെയും 320ഓളം വരുന്ന കപ്പൽ പടയാളികളുടെയും ഒരു സഹായത്തോടു കൂടി അദ്ദേഹം ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ നിന്നും 1453 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ഇതൊരു ചരിത്ര വിജയമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ തന്നെ പ്രശസ്തി വാനോളം ഉയർത്തിയിട്ടുള്ള ഒരു പിടിച്ചടക്കലായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കൽ എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാനപ്പേരായിരുന്നു മുഹമ്മദ് അൽ ഫെയ്ത്ത് എന്നുള്ളത്. മുഹമ്മദ് അൽ ഫെയ്ത്ത്, ദ വിന്നർ ഓർ കോൺകറർ എന്നുള്ളത്, വിജയിച്ചവൻ അല്ലെങ്കിൽ പിടിച്ചടക്കിയവൻ എന്നുള്ള പേരിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാനുള്ളത് റിസൾട്ട് ഓഫ് ദ ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതിൻ്റെ ഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്.
കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടി ദ സ്റ്റാറ്റസ് ഓഫ് ദ ഓട്ടോമൻ എംപയർ വാസ് ഇൻക്രീസ്ഡ്. ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ ഒരു പ്രശസ്തി ലോകത്ത് മൊത്തത്തിലേക്ക് പരക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ജനങ്ങളെല്ലാം ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രശസ്തി വർദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു റിസൾട്ടായിട്ട് കാണുന്നത്. രണ്ടാമത്തത്, ദ നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് ചേഞ്ച്ഡ് ടു ഇസ്താംബുൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന പേര് മാറ്റിയിട്ട് ആ സ്ഥലത്തിന് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന പേര് കൊടുത്തു എന്നുള്ളത്. ദെൻ മൂന്നാമത്തത്, ക്യാപിറ്റൽ ചേഞ്ച്ഡ് മുഹമ്മദ് സെക്കൻഡ് ഫ്രം അഡ്രിയാനോപ്പിൾ ടു കോൺസ്റ്റാന്റിനോപ്പിൾ. മുഹമ്മദ് സെക്കൻഡ് തലസ്ഥാനം അഡ്രിയാനോപ്പിളിൽ നിന്ന് പിന്നീട് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഫലങ്ങൾ, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതിൻ്റെ ഫലങ്ങൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓട്ടോമൻ ലീഗൽ സിസ്റ്റമാണ്, ഓട്ടോമൻസിൻ്റെ നിയമവ്യവസ്ഥയാണ്. പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഓട്ടോമൻ ഭരണകൂടത്തിന് ഒരു നല്ല നിയമവ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത് ഓട്ടോമൻ ഭരണാധികാരിയായിട്ടുള്ള സുലൈമാനാണ്. സുലൈമാൻ്റെ കാലഘട്ടത്തിലാണ് ഓട്ടോമൻ ഭരണകൂടത്തിന് ഒരു നല്ല കോഡ് ഓഫ് ലോ എന്നറിയപ്പെടുന്ന ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന പേരാണ് ഖാനൂനി എന്നുള്ള പേരിൽ, ദ ഖാനൂനി, ദ ലോ ഗിവർ എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ പ്രധാനമായിട്ടും 4 മേഖലകളെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു അദ്ദേഹം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, സൊസൈറ്റി, സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 3, ടാക്സേഷൻ, നികുതിപരമായിട്ടുള്ള മേഖലയിൽ അദ്ദേഹം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 4, ക്രിമിനൽ ലോ, ക്രിമിനൽ നിയമങ്ങളിലും അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമൻ ഭരണകൂടത്തിന് നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് സുലൈമാനാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയമങ്ങളായിരുന്നു പിന്നീട് ഓട്ടോമൻ ഭരണകൂടത്തിൽ ഏകദേശം 300 വർഷത്തോളം, 3 സെഞ്ച്വറീസ്, 3 നൂറ്റാണ്ടോളം ഓട്ടോമൻ ഭരണാധികാരികൾ പിന്തുടർന്നിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ നിയമങ്ങളായിരുന്നു എന്നുള്ളത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ ലോസ് ഓഫ് സുലൈമാൻ. സുലൈമാൻ്റെ നിയമസംഹിതയുടെ ഫീച്ചേഴ്സ്, സവിശേഷതകളാണ് നമ്മൾ പറയാനുള്ളത്. പ്രൈമറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൈമറി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. പുതിയ ചെറിയ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, മക്തബാസ് എന്ന് വിളിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. രണ്ടാമത്തത്, ഇൻട്രൊഡ്യൂസ്ഡ് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്, ഒരുപാട് കോളേജുകളും യൂണിവേഴ്സിറ്റീസും അദ്ദേഹം നിർമ്മിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ. അതോടൊപ്പം തന്നെ റിസർവ്ഡ് ജോബ് ഫോർ ഗ്രാജുവേറ്റേഴ്സ്, ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അദ്ദേഹം ഗവൺമെൻറ് ജോലികളൊക്കെ റിസർവ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. Then introduced 3 types of courts, for Muslim, for non-Muslim and consumer courts. 3 തരത്തിലുള്ള കോടതികളുണ്ടായി വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ട്. ഒന്ന്, മുസ്ലിങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിം കോർട്ട്, അതേപോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ മുസ്ലിം കോർട്ട്, അതേപോലെ തന്നെ കൺസ്യൂമർ കോർട്ട് എന്നറിയപ്പെടുന്ന 3 വിഭാഗം കോടതികൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്, റെഡ്യൂസ് ദ പണിഷ്മെൻറ്റ് ഓഫ് റിക്വയറിംഗ് ഡെത്ത് ആൻഡ് മ്യൂട്ടിലേഷൻ. വധശിക്ഷയും അതേപോലെ തന്നെ അംഗവിച്ഛേദനം ചെയ്യുക തുടങ്ങിയിട്ടുള്ള നിയമങ്ങളെല്ലാം അദ്ദേഹം ഒഴിവാക്കി. ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കുക, അതേപോലെ തന്നെ അംഗവിച്ഛേദനം ചെയ്യുക, കൈയും കാലും ഒക്കെ മുറിച്ചു മാറ്റുക എന്നുള്ള അത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമസംഹിതയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്നറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് നമുക്ക് മില്ലറ്റ് സമ്പ്രദായത്തെക്കുറിച്ചാണ്, മില്ലറ്റ് സിസ്റ്റം എന്നുള്ളത്. ഓട്ടോമൻ ഭരണകൂടത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു മില്ലറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. മില്ലറ്റ് സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ, മില്ലറ്റ് ഡിനോട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ പെർട്ടിക്കുലർ റിലീജിയൻ വിത്തിൻ ദ എംപയർ എന്നുള്ളതാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിനകത്തുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന പേരായിരുന്നു മില്ലറ്റ് സമ്പ്രദായം എന്നുള്ളത്. മില്ലറ്റുകളായിട്ടായിരുന്നു ഓരോ മതവിഭാഗങ്ങളെയും കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ മതങ്ങളെയും ഓരോ വ്യത്യസ്ത മില്ലറ്റുകളായിട്ടായിരുന്നു അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ദേ ഹാഡ് സെർട്ടൈൻ റൈറ്റ്സ്, ഒരുപാട് അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഓരോ മില്ലറ്റുകൾക്കും എന്നുള്ളത്. ഇപ്പോൾ ഹിന്ദു മതവിഭാഗം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിനകത്ത് ഹിന്ദു മതവിഭാഗം ഉണ്ടെങ്കിൽ അവരൊരു മില്ലറ്റ്, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ മറ്റൊരു മില്ലറ്റ്, മുസ്ലിം മതവിശ്വാസികൾ മറ്റൊരു മില്ലറ്റ്, ജൂത മതക്കാർ മറ്റൊരു മില്ലറ്റ്, അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള മില്ലറ്റുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ മില്ലറ്റുകൾക്കൊക്കെ കുറേ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ജീവിക്കുന്ന ഏരിയയിൽ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഭാഷയും മതമൊക്കെ പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവായിരുന്നു അവരുടെ മില്ലറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ കണക്കുകളും കാര്യങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവതരിപ്പിക്കേണ്ടത് ഈ മില്ലറ്റ് സമ്പ്രദായത്തിൻ്റെ നേതാവായിരുന്നു. പിന്നീട് ഈ മില്ലറ്റ് സമ്പ്രദായം ഒഴിവാക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, തുർക്കി ജനാധിപത്യ രീതിയിലേക്ക് കടന്നു വന്ന സമയത്ത്, ജനാധിപത്യ തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ടുള്ള മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം മില്ലറ്റ് സമ്പ്രദായം മൊത്തത്തിൽ ഒഴിവാക്കുകയും തുർക്കിയിലുള്ള എല്ലാ പൗരന്മാരെയും തുർക്കി റിപ്പബ്ലിക് അല്ലെങ്കിൽ തുർക്കി പൗരന്മാരായിട്ട് കണക്കാക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു.
അതാണ് മിലറ്റ് സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആർക്കിടെക്ചറാണ്. ഓട്ടോമൻ ഭരണകൂടത്തിനകത്തുള്ള ആർക്കിടെക്ചർ, അവരുടെ ഒരു വാസ്തുവിദ്യകൾ, എന്തൊക്കെ ബിൽഡിങ്ങുകളാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്, എന്തൊക്കെ സ്മാരകങ്ങളാണ് ആ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ ആർക്കിടെക്ചർ ഹായ സോഫിയ എന്നറിയപ്പെടുന്ന പള്ളിയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരുപാട് വിവാദങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു പേരാണ് ഹായ സോഫിയ എന്നറിയപ്പെടുന്നത്. ഈ ഹായ സോഫിയ എന്നുള്ളതൊരു പള്ളിയായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിക്കാർ അല്ലെങ്കിൽ ഓട്ടോമൻസ് പിടിച്ചടക്കുന്ന സമയത്ത് ഹായ സോഫിയ എന്നുള്ളതൊരു പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും അതിനുശേഷം പിന്നീട് മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ വരുന്നത് വരെ അദ്ദേഹം അല്ലെങ്കിൽ ഓട്ടോമൻസ് അതൊരു പള്ളിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം അത് അടച്ചു പൂട്ടുകയും പള്ളി അടച്ചു പൂട്ടിയിട്ട് അതൊരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം 2020 അത് വീണ്ടും ഒരു പള്ളിയായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹായ സോഫിയ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തത് ടോപ്കാപ്പി പാലസ് എന്നുള്ളതാണ്. മുഹമ്മദ് II കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ സമയത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള അവരുടെ കൊട്ടാരത്തെയാണ് ടോപ്കാപ്പി പാലസ് എന്നറിയപ്പെടുന്നത്. ഏകദേശം 400 വർഷത്തോളം ഓട്ടോമൻസിൻ്റെ ഒരു റെസിഡൻഷ്യൽ ഏരിയയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഈ ടോപ്കാപ്പി പാലസ് ആയിരുന്നു, ടോപ്കാപ്പി കൊട്ടാരമായിരുന്നു. രാജാവും കുടുംബങ്ങളൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു അവിടെയായിരുന്നു. പിന്നീട് അവരുടെ മറ്റൊരു മോണ്യുമെൻറ്റ്സാണ് അല്ലെങ്കിൽ ആർക്കിടെക്ചറാണ് പാലസ് ഓഫ് എഡ്രിനയിലെ കൊട്ടാരം എന്നറിയപ്പെടുന്നത്. എഡ്രിനയിൽ അവർ കൊട്ടാരം നിർമ്മിക്കുകയും ആ കൊട്ടാരം അവരുടെ പ്രധാനപ്പെട്ട ആർക്കിടെക്ചറിന് ഒരു ഉദാഹരണമായിരുന്നു എന്നത്. ദെൻ ഓട്ടോമൻ ഭരണകൂടത്തിലുണ്ടായിരുന്ന ഒരു പ്രധാന ചീഫ് ആർക്കിടെക്റ്റ് ആയിരുന്നു മിമാർ സിനാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ആ മിമാർ സിനാൻ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 ആർക്കിടെക്ചറിൻ്റെ ഉദാഹരണങ്ങളാണെന്ന് സെലീമിയ മോസ്ക് ഇൻ എഡ്രിന ആൻഡ് സുലൈമാൻ മോസ്ക് ഇൻ കോൺസ്റ്റാന്റിനോപ്പിൾ. എഡ്രിനയിലെ സെലീമിയ പള്ളിയും അതേപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലെ സുലൈമാൻ പള്ളിയും, ഈ 2 ആർക്കിടെക്ചറുകൾ ഇന്നും തുർക്കിയിലുള്ളതാണ്. വളരെ മനോഹരമായിട്ടുള്ള 2 ആർക്കിടെക്ചറുകളാണ് എന്നുള്ളത്. അടുത്തത് നോക്കാനുള്ളത് ഓട്ടോമൻ ഭരണകൂടത്തിനകത്ത് അവർ നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു മോണ്യുമെൻ്റാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു ഉദാഹരണമാണ് ബ്ലൂ മോസ്ക് എന്നറിയപ്പെടുന്നത്. തികച്ചും ഒരു നീല ടൈൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ ഒരു പള്ളിയാണ് തുർക്കിയിലെ ബ്ലൂ മോസ്ക് അല്ലെങ്കിൽ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നറിയപ്പെടുന്നത്. അത് നിർമ്മിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ശില്പിയുടെ പേരാണ് മുഹമ്മദ് ആഗ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഓട്ടോമൻസിൻ്റെ ആർക്കിടെക്ചറുകൾ എന്നറിയപ്പെടുന്നത്. ഈ ആർക്കിടെക്ചറിൻ്റെ പ്രധാനപ്പെട്ട ഹായ സോഫിയ, ടോപ്കാപ്പി പാലസ്, പാലസ് ഓഫ് എഡ്രിന, സെലീമിയ മോസ്ക്, സുലൈമാൻ മോസ്ക് ആൻഡ് ബ്ലൂ മോസ്ക് എന്നറിയപ്പെടുന്നത്. ഈ പള്ളികളൊക്കെയാണ് പ്രധാനമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളത്. പള്ളികളും കൊട്ടാരവും ഒക്കെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിക്ലൈൻ ഓഫ് ദ ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ് പറയാനുള്ളത്. ഓട്ടോമൻസ് ഭരണകൂടം എങ്ങനെയാണ് തകർന്നിട്ടുള്ളത് എന്നുള്ളത്. പ്രധാനമായിട്ടും ഓട്ടോമൻ ഭരണകൂടം തകരാനുള്ള കാരണം എന്നുള്ളത് ഓട്ടോമൻ ഭരണാധികാരിയായിട്ടുള്ള സുലൈമാൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഓട്ടോമൻ ഭരണകൂടം തകരുന്നത്. പ്രധാനമായിട്ടും അതിന് കാരണം പറയുന്നത് സുലൈമാൻ്റെ അവസാന കാലഘട്ടത്തിൽ സുലൈമാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കുന്ന റഷ്യൻ ഭാര്യയായിരിക്കുന്ന ഖുറം സുൽത്താന എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അധികാരം ഒഴിഞ്ഞുകൊടുത്തു. പിന്നീട് ഖുറം സുൽത്താനയാണ് ഓട്ടോമൻസിനെ കുറച്ചു കാലം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അത് റഷ്യക്കാർ ഓട്ടോമൻ ഭരണകൂടത്തിൽ കൈകടത്തുന്നതിന് കാരണമാക്കി മാറ്റി. അതാണ് ഓട്ടോമൻ ഭരണകൂടം തകരുന്നതിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളത്. പ്രധാനമായിട്ടും മേജർ റീസൺ ഫോർ ഡീക്ലൈനിങ് ഓഫ് ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ ഭരണകൂടം തകരാനുള്ള ചില കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് സുലൈമാൻ സെൽഫ് അബ്ഡിക്കേഷൻ. സുലൈമാൻ്റെ ഒരു ഭരണമാറ്റം, അദ്ദേഹം ഭരണം ഒഴിഞ്ഞു കൊടുക്കലാണ് പ്രധാനമായിട്ടും ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തത് വീക്ക്നെസ് ഓഫ് സുൽത്താൻസ്. ഭരണാധികാരികളുടെ, സുൽത്താൻമാരുടെ കഴിവില്ലായ്മ എന്നുള്ള കഴിവില്ലാത്ത ഭരണാധികാരികൾ വന്നാൽ ആ ഭരണകൂടം തീർച്ചയായിട്ടും പരാജയപ്പെടും, തകർന്നു പോകുമെന്നുള്ളത്. ദെൻ മൂന്നാമത്തെ ഒരു പ്രധാന കാരണം എന്നുള്ളത് യൂറോപ്യൻ ഇൻ്റർഫിയർ, ബ്രേക്ക് ഡൗൺ ഓഫ് സെക്യൂരിറ്റി എമംഗ് ദ പീപ്പിൾ. അതേപോലെ തന്നെ ജനങ്ങളുടെ സുരക്ഷിതത്തിനും സ്വത്തിനൊന്നും ഒരു സംരക്ഷണം കൊടുക്കാത്തതും ഓട്ടോമൻസിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു എന്നുള്ളത്. അടുത്തൊരു കാരണം പറയാനുള്ളത് എക്കണോമിക് ക്രൈസിസ് ആണ്, സാമ്പത്തിക മാന്ദ്യം. ഓട്ടോമൻ സാമ്രാജ്യം തകരുന്നതിലേക്ക് നയിച്ചിട്ടുള്ള മറ്റൊരു കാരണമാണ് എക്കണോമിക് ക്രൈസിസ് എന്നുള്ളത്. സാമ്പത്തിക മാന്ദ്യവും അവരുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് ഓട്ടോമൻസ് എന്നറിയപ്പെടുന്ന ഒരു ഭരണകൂടം തകരുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തെൻസീമാത്ത് റിഫോംസ് ആണ്. തെൻസീമാത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, മെഹമൂദ് II കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് തെൻസീമാത്ത് എന്നുള്ളത്. ഇനി ആ തെൻസീമാത്ത് എന്നറിയപ്പെടുന്ന ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച്, ആ തെൻസീമാത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. തെൻസീമാത്ത് എന്താണെന്ന് ചോദിച്ചാൽ മോഡേണൈസിങ് ആൻഡ് വെസ്റ്റേണൈസിങ് ഓട്ടോമൻ തുർക്കി എന്നുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അതായത് ഓട്ടോമൻ തുർക്കിയെ മോഡേണൈസ് ചെയ്യുക, ആധുനികവൽക്കരിക്കുക, അതോടൊപ്പം തന്നെ വെസ്റ്റേണൈസ് ചെയ്യുക,
പാശ്ചാത്യവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് മുഹമ്മദ് സെക്കൻഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് തൻസീമാത്ത് റിഫോംസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മഹമൂദ് സെക്കൻഡ് സുൽത്താനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളതാണ് തൻസീമാത്ത് റിഫോംസ് എന്നുള്ളത്. 1839 തുടങ്ങി 1876 ഈ ഒരു പരിഷ്കാരങ്ങൾ അവസാനിക്കുന്നത് എന്നുള്ളത്. ഇറ്റ് എയിംഡ് മോഡേണൈസിങ് ആൻഡ് വെസ്റ്റേണൈസിങ് ഓട്ടോമൻ എംപയർ. പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷ്യം എന്നറിയപ്പെടുന്നത് ഓട്ടോമൻ ഭരണകൂടത്തെ വെസ്റ്റേണൈസ് ചെയ്യുക, അതേപോലെ തന്നെ മോഡേണൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ആധുനികവൽക്കരിക്കുക, യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ആക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. ദ റിഫോംസ് അക്കംപ്ലിഷ്ഡ് ഹിസ് സക്സസർ അബ്ദുൽ മജീദ് ഫസ്റ്റ് ആൻഡ് അബ്ദുൽ അസീസ് ഫസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള അബ്ദുൽ മജീദ് ഒന്നാമനും അബ്ദുൽ അസീസ് ഒന്നാമനുമാണ് ഈ ഒരു പരിഷ്കാരങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്, പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ ഒരു തൻസീമാത്ത് പരിഷ്കാരം 2 ഭാഗങ്ങളിലായിട്ടാണ് അറിയപ്പെടുന്നത്, 2 പാർട്ടുകളിലായിട്ടാണ് ഈ തൻസീമാത്ത് പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഹാത്തി ഷെരീഫ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഭാഗത്തെ അറിയപ്പെടുന്നതാണ് ഹാത്തി ഹൂമയൂൺ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തൻസീമാത്ത് റിഫോംസിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഹാത്തി ഷെരീഫ് എന്നറിയപ്പെടുന്ന ഭാഗവും ഹാത്തി ഹൂമയൂൺ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഭാഗവും. ഇനി ഹാത്തി ഷെരീഫ് പ്രകാരം തുർക്കിയിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഹാത്തി ഷെരീഫ് എന്നറിയപ്പെടുന്ന ഈ പരിഷ്കാരങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് തുർക്കിയിലെ അവരുടെ ചീഫ് ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത്, ഈ ഒരു പരിഷ്കാരങ്ങളുടെ ആർക്കിടെക്റ്റ് ശില്പി എന്നറിയപ്പെടുന്നത് മുസ്തഫ റഷീദ് പാഷ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. മുസ്തഫ റഷീദ് പാഷയാണ് ഈ ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതിലുള്ള പരിഷ്കാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പരിഷ്കാരം എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് പേപ്പർ കറൻസി. അതുവരെ അവർ കോയിൻസ് ആയിരുന്നു, നാണയങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ പരിഷ്കാരങ്ങളുടെ പേരിൽ അവർ പേപ്പർ കറൻസി ഉപയോഗിച്ചു തുടങ്ങി, നോട്ടുകൾ ഉപയോഗിച്ചു തുടങ്ങി. അതുവരെ നാണയങ്ങളായിരുന്നു, നാണയങ്ങൾക്ക് പകരം പേപ്പർ കറൻസി ഉപയോഗിച്ചു. ഇൻട്രൊഡ്യൂസ്ഡ് ഓട്ടോമൻ നാഷണൽ ആന്തം ആൻഡ് നാഷണൽ ഫ്ലാഗ്. ഒരു ദേശീയ പതാകയും അതോടൊപ്പം തന്നെ ഒരു ദേശീയ ഗാനവും അവർ തുടങ്ങി എന്നുള്ളത്. ഓട്ടോമൻ എന്നറിയപ്പെടുന്ന ഭരണകൂടത്തിന് ഒരു ദേശീയ പതാക അവരുണ്ടാക്കി, അതോടൊപ്പം തന്നെ ഓട്ടോമൻസിന് വേണ്ടിയിട്ടൊരു ദേശീയ ഗാനവും അവർ തുടങ്ങി എന്നുള്ളതാണ്. അതോടൊപ്പം നെക്സ്റ്റ് മറ്റൊന്ന് പറയുന്നത് ഫസ്റ്റ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്. ജനങ്ങൾക്കെല്ലാം, ഓട്ടോമൻ പൗരന്മാർക്കെല്ലാം തിരിച്ചറിയൽ രേഖ, ഐഡൻറ്റിറ്റി കാർഡ് പ്രൊവൈഡ് കൊടുത്തു എന്നുള്ളതാണ്. ദെൻ നാഷണൽ വൈഡ് ഓട്ടോമൻ സെൻസസ്. 1844 ഓട്ടോമൻ സെൻസസ് കണക്കെടുപ്പ്, ജനസംഖ്യാ കണക്കെടുപ്പ് ഈ ഒരു ഹാത്തി ഷെരീഫ് പ്രകാരം അവർ നടത്തിയിരുന്നു എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പീപ്പിൾ ഗീവ് പെർഫെക്റ്റ് സെക്യൂരിറ്റി ഫോർ ദെയർ ലൈഫ്സ്, ഹോണർ ആൻഡ് പ്രോപ്പർട്ടി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും അവരുടെ അഭിമാനത്തിനൊക്കെ നല്ല സുരക്ഷിതത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവിധത്തിലുള്ള സംരക്ഷണവും അവർ ഈ ഹാത്തി ഷെരീഫ് പ്രകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്രയാണ് ഹാത്തി ഷെരീഫ് എന്നറിയപ്പെടുന്ന പാർട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് തൻസീമാത്ത് പരിഷ്കാരങ്ങളുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഹാത്തി ഹൂമയൂണിനെ കുറിച്ചിട്ടാണ്. ഹാത്തി ഹൂമയൂൺ പ്രകാരം അവർ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്നുള്ളത് പ്രസ് ആൻഡ് ജേർണലിസം റെഗുലേഷൻ കോഡ് ഇൻട്രൊഡ്യൂസ്ഡ്. പത്രമാധ്യമങ്ങൾക്കൊരു നിയമങ്ങൾ കൊണ്ടുവന്നു. പത്രമാധ്യമങ്ങളെല്ലാം ഏത് രീതിയിൽ പെരുമാറണം, അവർക്കുള്ള നിയമസംഹിത കൊണ്ടുവന്നു. രണ്ടാമത്തത് എസ്റ്റാബ്ലിഷ്ഡ് ഓട്ടോമൻ സെൻട്രൽ ബാങ്ക് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓട്ടോമൻസിൻ്റെ ഒരു സെൻട്രൽ ബാങ്ക്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു സെൻട്രൽ ബാങ്ക് അവർ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ടുവന്നു. ഓഹരി വിപണിയും അവർ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടെലിഗ്രാഫ് നെറ്റ്വർക്ക് ആൻഡ് റെയിൽവേ നെറ്റ്വർക്ക്. ഹാത്തി ഹൂമയൂൺ പ്രകാരമാണ് അവർ ആദ്യമായിട്ട് ടെലിഗ്രാഫ് കൊണ്ടുവരുന്നത്. ടെലിഗ്രാഫ് നെറ്റ്വർക്കും ആദ്യത്തെ റെയിൽവേ നെറ്റ്വർക്കൊക്കെ, റെയിൽവേ ഒക്കെ തുടങ്ങുന്നത് ഹാത്തി ഹൂമയൂൺ എന്നറിയപ്പെടുന്ന ഈ ഒരു പരിഷ്കാരങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഫെയിലിയർ ഓഫ് ദി തൻസീമാത്ത് പരിഷ്കാരങ്ങൾ പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒട്ടോമൻസിൻ്റെ നന്മ ഉപയോഗിച്ച്, ജനങ്ങളുടെ നന്മ ഉപയോഗിച്ച് വിചാരിച്ചിട്ടുള്ള അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ പരിഷ്കാരങ്ങളൊക്കെ പരാജയപ്പെട്ടു. അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന് ഒബ്ജക്ഷൻ ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ ഒബ്ജക്ഷൻ ഓഫ് ദ ഉലമാസ് ഓർ റിലീജിയസ് സ്കോളേഴ്സ്. പ്രധാനമായിട്ടും ജനങ്ങളുടെ ഒരു ഒബ്ജക്ഷനാണ്, അല്ലെങ്കിൽ എതിർപ്പായിരുന്നു ഒന്നാമത് ഇത് തകരാനുള്ള കാരണം. ക്രിസ്ത്യൻ മേഖലയിലുള്ള ബാൾക്കൻ പ്രദേശത്തുള്ള അല്ലെങ്കിൽ മില്ലറ്റ് സമ്പ്രദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മില്ലറ്റുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അതിനെ നിരാകരിച്ചു. അത് തൻസീമാത്ത് എന്നറിയപ്പെടുന്ന പരിഷ്കാരങ്ങൾ തകരുന്നതിലേക്ക് നയിച്ചു. രണ്ടാമത്തത് ഉലമാസ് എന്നറിയപ്പെടുന്ന മതപണ്ഡിതന്മാർ ഈ ഒരു പരിഷ്കാരങ്ങൾക്ക് എതിരായിരുന്നു. അവരും പറഞ്ഞു ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിലാക്കേണ്ട, അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. അതും ഈ തൻസീമാത്ത് പരിഷ്കാരങ്ങൾ പരാജയപ്പെടുന്നതിലേക്ക് കാരണമായി മാറി എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യങ് ടർക്ക് റവല്യൂഷൻ എന്നുള്ളതാണ്, യുവ തുർക്കി വിപ്ലവം എന്നുള്ളതാണ്. 1908 നടന്നിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള വിപ്ലവമാണ് തുർക്കിയിൽ നടന്നിട്ടുള്ള യുവ തുർക്കി വിപ്ലവം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നോക്കാം.
അബ്ദുൽ ഹമീദ് രണ്ടാമൻ അധികാരത്തിൽ വന്ന സമയത്ത് ജനങ്ങളുടെയും അതേപോലെ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഓട്ടോമൻ ഭരണകൂടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം 1876 ഒരു പുതിയ ഭരണഘടന കൊണ്ടുവന്നു. ആ ഭരണഘടന കൊണ്ടുവന്ന് 6 മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആ ഭരണഘടന ഒഴിവാക്കുകയും സസ്പെൻഡ് ചെയ്യുകയും തികഞ്ഞ ഏകാധിപത്യ ഭരണം അദ്ദേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ആവശ്യപ്രകാരം ഒരു ഭരണഘടന കൊണ്ടുവന്നു, പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ ആ ഭരണഘടന ഒഴിവാക്കുകയും തികഞ്ഞ ഏകാധിപത്യ ഭരണം അദ്ദേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അത്തരത്തിൽ പുനഃസ്ഥാപിച്ച സമയത്ത്, ഏകാധിപത്യ ഭരണം സ്ഥാപിച്ച സമയത്ത് അദ്ദേഹം കൂടുതൽ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ടായിരുന്നു. ആ നിയമങ്ങൾ എത്തരത്തിലാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്പൈ വർക്കേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോയിൻറ്റഡ് സ്പൈ വർക്കേഴ്സ്, ചാരന്മാരെ, രാജാവിനെതിരെ തിരിയുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ചാരന്മാരെ നിയോഗിച്ചു. അതോടൊപ്പം തന്നെ എൻഡ് ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം, ജനങ്ങൾക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹം ഒഴിവാക്കി. അതോടൊപ്പം തന്നെ ഈ പത്രമാധ്യമങ്ങളെയൊക്കെ അദ്ദേഹം നിരോധിച്ചു. മാത്രമല്ല ഒരു തികഞ്ഞ ഏകാധിപത്യ ഭരണത്തിലേക്ക് അദ്ദേഹം എടുത്ത്, അല്ലെങ്കിൽ തികഞ്ഞ ഒരു ഏകാധിപത്യ ഭരണം അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഭരണഘടന ഇല്ലാതെയാക്കിക്കൊണ്ട് തികഞ്ഞ ഒരു ഏകാധിപത്യ ഭരണം കൊണ്ടുവന്നതിനെതിരെ തുർക്കിയിലെ യുവാക്കളായിട്ടുള്ള ജനങ്ങൾ നയിച്ചിട്ടുള്ള വിപ്ലവത്തെയാണ് യുവ തുർക്കി വിപ്ലവം എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ യുവ തുർക്കി വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ യുവ തുർക്കി വിപ്ലവത്തിലെ നേതാക്കന്മാരുടെ ഒരു ആവശ്യം തന്നെ, അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ സുൽത്താൻ മസ്റ്റ് റീഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1876 എന്നുള്ളതായിരുന്നു. 1876 സുൽത്താൻ നിരോധിച്ചിട്ടുള്ള ഈ ഒരു ഭരണഘടന പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഈ യുവ തുർക്കി വിപ്ലവത്തിലെ നേതാക്കന്മാരുടെ ആവശ്യം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട്, ഈ ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ട് അവരൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയുടെ പേരാണ് കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്നുള്ളത്, CUP എന്നറിയപ്പെടും. കമ്മിറ്റി ഓഫ് യൂണിയൻ ആൻഡ് പ്രോഗ്രസ് എന്നുള്ള പേരിലാണ് അവർ പാർട്ടി രൂപീകരിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരായിരുന്നു ഇബ്രാഹിം തെമോ, അതേപോലെ തന്നെ മുസ്തഫ കമാൽ പാഷ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ. ഈ പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ അവർ ചേർന്നിട്ടുള്ളത് തുർക്കിയിലല്ല. തുർക്കിയിൽ വെച്ച് അവർക്ക് സമ്മേളനങ്ങൾ ചേരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാരീസിൽ വെച്ചിട്ടാണ് അവരുടെ സമ്മേളനങ്ങളൊക്കെ അവർ ചേരുന്നത്. പാരീസിൽ വെച്ച് 1902 അവരുടെ ആദ്യത്തെ സമ്മേളനം നടത്തി. 1907 അവരുടെ രണ്ടാമത്തെ സമ്മേളനം നടത്തി. അതിനുശേഷമാണ് പിന്നീട് അവർ രണ്ടാമത്തെ സമ്മേളനത്തോടു കൂടിയിട്ട് സുൽത്താനെതിരെ അവർ പൊതുവായിട്ട് ഓപ്പൺ ആർമഡായിട്ട് അവർ പോരാടാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1908 സുൽത്താനെ തോൽപ്പിച്ചുകൊണ്ട്, വിപ്ലവത്തിലൂടെ തോൽപ്പിച്ചുകൊണ്ട്, സുൽത്താനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ഈ യുവ തുർക്കി വിപ്ലവകാരികൾ വിജയിക്കുകയും ഈ ഒരു ഭരണഘടന അവരുടെ പ്രധാന ആവശ്യമായിട്ടുള്ള പുനഃസ്ഥാപിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് യുവ തുർക്കി വിപ്ലവം എന്നുള്ളത്. തുർക്കിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ദ എൻഡ് ഓഫ് ഓട്ടോമൻ ഓർഡർ. ഒന്നാം ലോക മഹായുദ്ധവും ഓട്ടോമൻ ഭരണകൂടത്തിൻ്റെ അവസാനവും എന്നുള്ളതാണ്. നമുക്കറിയാം, ഒന്നാം ലോക മഹായുദ്ധം നടന്നിട്ടുള്ളത് 1914 മുതൽ 1918 വരെയാണ് നടന്നിട്ടുള്ളത്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുവാൻ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും പെട്ടെന്നുള്ളൊരു കാരണം എന്നുള്ളത് അസാസിനേഷൻ ഓഫ് ഓസ്ട്രിയ ഹംഗറി പ്രിൻസ് ഫ്രാൻസ് ഫെർഡിനാൻഡ് ബൈ ഗർവിലോ പ്രിൻസിപ്പ് ഓഫ് സെർബിയ എന്നുള്ളതാണ്. അതായത് ഓസ്ട്രിയ ഹംഗറി രാജകുമാരനായിട്ടുള്ള ഫ്രാൻസ് ഫെർഡിനാൻഡിനെ സെർബിയക്കാരനായിട്ടുള്ള ഗർവിലോ പ്രിൻസിപ്പ് എന്നറിയപ്പെടുന്ന വ്യക്തി വെടിവെച്ച് കൊന്നു. കൊലപാതകത്തിലൂടെയായിരുന്നു ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ലോകം 2 ശക്തിയായിട്ട്, 2 ചേരികളായിട്ട് മാറി. ഒന്നാമത്തെ വിഭാഗത്തെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അലൈഡ് പവേഴ്സ് എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വിഭാഗത്തെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് സെൻട്രൽ പവേഴ്സ് എന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സഖ്യകക്ഷികളും കേന്ദ്ര കക്ഷികളും എന്നുള്ളത്. അതിൽ സെർബിയയെ അനുകൂലിച്ച് കൊണ്ടുവന്നിട്ടുള്ള വിഭാഗമായിരുന്നു അലൈഡ് പവേഴ്സ് എന്നുള്ളത്. അലൈഡ് പവേഴ്സിലുണ്ടായിരുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയവയൊക്കെ. ഇപ്പുറത്ത് സെൻട്രൽ പവറിലുണ്ടായിരുന്ന പ്രധാന രാജ്യങ്ങളാണ് ജർമ്മനിയും ഇറ്റലിയും അതേപോലെ തുർക്കിയൊക്കെ ഈ സെൻട്രൽ പവറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓസ്ട്രിയ ഹംഗറിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ യുദ്ധത്തിൽ അവസാനം അലൈഡ് പവേഴ്സ് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം ഈ ഒരു യുദ്ധം അവസാനിക്കുന്നത് ഒരു സമാധാന ഉടമ്പടിയോട് കൂടിയിട്ടാണ്. ആ ഉടമ്പടിയുടെ പേരാണ് പാരീസ് പീസ് കോൺഫറൻസ് അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വേഴ്സലസ് എന്നറിയപ്പെടുന്നത്. പാരീസ് സമാധാന ഉടമ്പടിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയും പങ്കെടുത്തിട്ടുണ്ട്. തുർക്കി പങ്കെടുത്തിട്ടുള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പങ്കെടുത്തിട്ടുള്ളത് സെൻട്രൽ പവേഴ്സിൻ്റെ കൂടെയായിരുന്നു, കേന്ദ്ര കക്ഷികളുടെ കൂടെയായിരുന്നു തുർക്കി പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആ വിഭാഗം സെൻട്രൽ പവേഴ്സ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റുപോവുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവസാനത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ തുർക്കി ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലൈഡ് പവേഴ്സുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് ട്രീറ്റി ഓഫ് മുദ്രോസ് ആർമിസ്റ്റിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മുദ്രോസ് ആർമിസ്റ്റിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തുർക്കി ഒന്നാം ലോക മഹായുദ്ധത്തിൽ അലൈഡ് പവേഴ്സിന് മുമ്പിൽ കീഴടങ്ങിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരാണ് മുദ്രോസ് ആർമിസ്റ്റിസ് എന്നറിയപ്പെടുന്നത്. ആ മുദ്രോസ് ആർമിസ്റ്റിസ് വഴി തുർക്കി ഒന്നാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അലൈഡ് പവേഴ്സ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ തുർക്കിയിൽ 2 വിഭാഗം ജനങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഒന്ന് കൺസർവേറ്റീവ്സ് എന്നറിയപ്പെടുന്നതും മറ്റൊന്ന് നാഷണലിസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. കൺസർവേറ്റീവ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സുൽത്താനെയും അതേപോലെ തന്നെ സുൽത്താൻ്റെ കാര്യങ്ങളെയൊക്കെ പിന്തുടരുന്ന യാഥാസ്ഥികവാദികളെയാണ് കൺസർവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ്റെ ഈ മുദ്രോസ് ആർമിസ്റ്റിസ് എന്നറിയപ്പെടുന്ന കരാറിൽ ഒപ്പുവെച്ചതുകൊണ്ട് സുൽത്താനെ എതിരെ തിരിഞ്ഞിട്ടുള്ള വിഭാഗം ആളുകളെയാണ് ദേശീയവാദികൾ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 2 വിഭാഗം ആളുകളാണ് തുർക്കിയിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായത്. അല്ലെങ്കിൽ മുദ്രോസ് ആർമിസ്റ്റിസ് എന്നറിയപ്പെടുന്ന എഗ്രിമെൻറ്റിന് ശേഷം തുർക്കിയിൽ 2 വിഭാഗം ആളുകളുണ്ടായി. ഒന്ന് കൺസർവേറ്റീവ്സ്, സുൽത്താനെ അംഗീകരിക്കുന്ന ആളുകൾ, മറ്റൊന്ന് നാഷണലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ദേശീയവാദികൾ, അത് സുൽത്താനെ എതിർക്കുന്ന ആളുകളായിരുന്നു. ആ നാഷണലിസ്റ്റ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു മുസ്തഫ കമാൽ പാഷ എന്നുള്ളത്. അവരുടെ പ്രധാന ആവശ്യം എന്നുള്ളത് മുദ്രോസ് ആർമിസ്റ്റിസ് എന്നറിയപ്പെടുന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പാടില്ല. മുദ്രോസ് ആർമിസ്റ്റിസ് എന്നറിയപ്പെടുന്ന എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഒപ്പുവെച്ചത് കൊണ്ട് തന്നെ തുർക്കിക്ക് അവരുടെ കീഴിലുണ്ടായിരുന്ന ഒരുപാട് രാജ്യങ്ങൾ, അതുകൊണ്ട് മുദ്രോസ് ആർമിസ്റ്റിസ് എന്നറിയപ്പെടുന്ന ട്രീറ്റി ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ലക്ഷ്യമായിരുന്നു നാഷണലിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടായിരുന്നത്. അതിനുവേണ്ടി നിലകൊണ്ടിട്ടുണ്ടായിരുന്ന അവരുടെ ദേശീയ നേതാവൊക്കെയായിരുന്നു മുസ്തഫ കമാൽ പാഷ എന്നറിയപ്പെടുന്നത്. അതിനുവേണ്ടി അവരൊരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയുടെ പേരാണ് ഗ്രാൻഡ് നാഷണൽ അസംബ്ലി എന്നറിയപ്പെടുന്നത്. GNA എന്ന പേരിൽ ഗ്രാൻഡ് നാഷണൽ അസംബ്ലി എന്നുള്ള പേരിലാണ് ഈ ഒരു പാർട്ടി അറിയപ്പെടുന്നത്. ഈ ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നുണ്ടായിരുന്നത് അങ്കാറ എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. തുർക്കിയിലെ അങ്കാറ, ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമാണ് അങ്കാറ എന്നുള്ളത്. അങ്കാറയായിരുന്നു നാഷണലിസ്റ്റ് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ GNA നേതാക്കന്മാരുടെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അവസാനം സുൽത്താനെതിരെ അവർ ഒരു റിബൽ ഗവൺമെൻറ് രൂപീകരിക്കുകയും അങ്കാറ എന്നറിയപ്പെടുന്ന സ്ഥലം ആസ്ഥാനമാക്കിക്കൊണ്ട് GNA എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് അവിടെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തുർക്കിയിൽ മാറി. തുർക്കിയിൽ 2 ഗവൺമെൻറ്റായി, ഒന്ന് ഓട്ടോമൻ സുൽത്താൻമാരും മറ്റൊന്ന് അങ്കാറ ആസ്ഥാനമാക്കിക്കൊണ്ട് GNA എന്നറിയപ്പെടുന്ന മുസ്തഫ കമാൽ പാഷയുടെ ഒരു ഗവൺമെൻറ്റും ആയി. അങ്ങനെ തുർക്കിയിൽ 2 ഗവൺമെൻറ്റായി എന്നുള്ളതാണ്. അത്തരത്തിലൊരവസ്ഥ തുർക്കിയിൽ വന്ന സമയത്ത് ഇരു ഗവൺമെൻറ്റും ചർച്ച ചെയ്തിട്ട് അവരൊരു എഗ്രിമെൻറ്റിലെത്തി. ആ എഗ്രിമെൻറ്റിൻ്റെ പേരാണ് ട്രീറ്റി ഓഫ് ലൂസന്നെ എന്നറിയപ്പെടുന്നത്. ട്രീറ്റി ഓഫ് ലൂസന്നെ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം, ട്രീറ്റി ഓഫ് ലൂസന്നെ എന്നറിയപ്പെടുന്ന എഗ്രിമെൻറ്റ് പ്രകാരം അവരൊരു കാര്യം തീരുമാനിച്ചു. തുർക്കിയിൽ ഇനി ഒരു ജനറൽ ഇലക്ഷൻ നടത്താം, പൊതുവായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് നടത്താം. ആ തിരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി ആര് വേണം, GNA ഗവൺമെൻറ് വേണോ അതോ ഓട്ടോമൻ സുൽത്താൻമാർ ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുകയും അത്തരത്തിൽ അവരൊരു പൊതു ജനറൽ ഇലക്ഷൻ വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ഇലക്ഷൻ വെച്ചതിൽ അവസാനത്തിൽ ജനങ്ങൾ കൂടുതലും അല്ലെങ്കിൽ മെജോറിറ്റി പീപ്പിൾസും കൂടുതൽ ജനങ്ങളും തിരഞ്ഞെടുത്തത് GNA എന്നറിയപ്പെടുന്ന ഗവൺമെൻറ്റിനെ ആയിരുന്നു. അത്തരത്തിൽ GNA എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് തുർക്കിയിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു. ഒരു ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെൻറ് തുർക്കിയിൽ ആദ്യമായി അധികാരത്തിൽ വന്നു. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മുസ്തഫ കമാൽ പാഷ എന്നറിയപ്പെടുന്ന വ്യക്തി ആധുനിക തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് മാറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്തഫ കമാൽ പാഷ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത് 2 കാര്യങ്ങളായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യം എടുത്തു കളഞ്ഞത് തുർക്കിയിൽ നിന്നും സുൽത്താനേറ്റ് എന്ന പദവി അദ്ദേഹം എടുത്തു കളഞ്ഞു. മന്ത്രിസഭ കൂടുകയും 1923 അവർ തീരുമാനിക്കുകയും ഇനി തുർക്കിയിൽ സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന ഒരു പദവി വേണ്ട എന്ന് പറഞ്ഞാൽ സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന പദവി അദ്ദേഹം എടുത്തു കളഞ്ഞു. രണ്ടാമത്തത് തുർക്കിയിൽ ഓട്ടോമൻ ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ആ ഖിലാഫത്ത്, ഖലീഫ എന്നറിയപ്പെടുന്ന സ്ഥാനം ഇനി തുർക്കിയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന ഖലീഫ എന്നുള്ള സ്ഥാനവും മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ വന്ന സമയത്ത് 1924 അദ്ദേഹം എടുത്തു കളഞ്ഞു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓട്ടോമൻസ് ഭരണകൂടം തകരുകയും തുർക്കിയിൽ പുതിയൊരു ഭരണകൂടം GNA ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മുസ്തഫ കമാൽ പാഷ എന്നറിയപ്പെടുന്ന വ്യക്തി പുതിയ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മുസ്തഫ കമാൽ പാഷയെക്കുറിച്ചിട്ടാണ്. മുസ്തഫ കമാൽ പാഷ എന്നുള്ളത് ആധുനിക തുർക്കിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യ തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് മുസ്തഫ കമാൽ പാഷ എന്നുള്ളത്. നോക്കാം അദ്ദേഹത്തെക്കുറിച്ച്. ബോൺ ഇൻ 1881 അറ്റ് സലോണിക്ക. 1881 തുർക്കിയിലെ സലോണിക്ക എന്നറിയപ്പെടുന്ന സ്ഥലത്ത്
ഒരു അൽബേനിയൻ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അൽബേനിയക്കാരൻ്റെ കുടുംബത്തിലാണ്, അല്ലെങ്കിൽ ഒരു അൽബേനിയൻ ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ജനിച്ച സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സമയത്തൊക്കെ അദ്ദേഹം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന് മാത്തമാറ്റിക്സും അതേപോലെ തന്നെ നന്നായിട്ട് പ്രസംഗിക്കാനൊക്കെ അറിയാൻ പറ്റുന്നൊരു വ്യക്തിയായിരുന്നു. ഗണിതശാസ്ത്രം നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്, വിദ്യാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീച്ചർ അദ്ദേഹത്തിന് ഒരു ഓമന പേര് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുത്തു. ആ ടൈറ്റിലിൻ്റെ പേരാണ് കമാൽ എന്നുള്ളത്. ദ കംപ്ലീറ്റ് മാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമാൽ എന്നുള്ള വാക്കിനർത്ഥം ടർക്കിഷ് നെയിമിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചർ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ് കമാൽ എന്നുള്ളത്. അതിനുശേഷം യങ് ടർക്ക് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം യുവ തുർക്കി വിപ്ലവത്തിൽ പങ്കെടുക്കുകയും CUP എന്നറിയപ്പെടുന്ന പാർട്ടിയുടെ ഒരു പ്രധാന നേതാവായി മാറുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. പിന്നീട് തുർക്കിയിലെ ഓട്ടോമൻ സുൽത്താനെതിരെ ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു. ഗ്രാൻഡ് നാഷണൽ അസംബ്ലി എന്നറിയപ്പെടുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും സുൽത്താനെതിരെയുള്ള ഒരു പോരാട്ടം അദ്ദേഹം തുടരുകയും ചെയ്തു. അതിനുശേഷം സുൽത്താനെ തോൽപ്പിച്ചതിന് ശേഷം ആധുനിക തുർക്കിയുടെ, ജനാധിപത്യ തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി മാറുകയും തുർക്കിയുടെ പിതാവായി, ആധുനിക തുർക്കിയുടെ പിതാവായിട്ടും അദ്ദേഹം അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം ആദ്യം ചെയ്തിട്ടുള്ളത് അദ്ദേഹം 2 സ്ഥാനങ്ങൾ തുർക്കിയിൽ ഒഴിവാക്കി. ഒന്ന് സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന പദവി 1923-ലും ഖിലാഫത്ത് എന്നറിയപ്പെടുന്ന പദവി 1924-ലും അദ്ദേഹം ഒഴിവാക്കി എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റിഫോംസ് ഓഫ് മുസ്തഫ കമാൽ പാഷ. അദ്ദേഹം തുർക്കിയുടെ ആദ്യത്തെ ജനാധിപത്യ രീതിയിലുള്ള പ്രസിഡൻ്റായ സമയത്ത് അദ്ദേഹം തുർക്കിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, പരിഷ്കാരങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പരിഷ്കാരം എന്നുള്ളത് ട്രാൻസ്ഫേർഡ് ക്യാപിറ്റൽ ഫ്രം ഇസ്താംബുൾ ടു അങ്കാറ. തലസ്ഥാനം നേരെ ഇസ്താംബൂളിൽ നിന്നും അദ്ദേഹം അങ്കാറയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഫോംഡ് സെക്കുലർ ആൻഡ് വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് സൊസൈറ്റി. അദ്ദേഹം ഒരു പാശ്ചാത്യ രീതിയിലുള്ള, മതേതരത്വ രീതിയിലുള്ള ഒരു സമൂഹത്തെ തുർക്കിയിൽ രൂപീകരിച്ചു. അല്ലെങ്കിൽ തുർക്കി എന്നറിയപ്പെടുന്ന രാജ്യം ഇനി അങ്ങോട്ട് ഒരു സെക്കുലറിസ്റ്റ് രാജ്യമായിട്ട് മാറും. തുർക്കിയെ ഒരു പാശ്ചാത്യ രീതിയിലുള്ള രാജ്യമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത്. മൂന്നാമത്തത് ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. തുർക്കിക്ക് പുതിയ ഒരു ഭരണഘടന അദ്ദേഹം കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഗവൺമെൻറ് അദ്ദേഹം ഫോം ചെയ്തു. GNA ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെൻറ് അദ്ദേഹം രൂപീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ഹി റിമൂവ്ഡ് ഇസ്ലാം ആസ് എ ഒഫീഷ്യൽ റിലീജിയൻ. ഇസ്ലാം എന്നുള്ള മതത്തെ ഔദ്യോഗിക മതം എന്നുള്ളതിൽ നിന്ന് നീക്കി. ഇനി അങ്ങോട്ട് തുർക്കി എന്നുള്ള രാജ്യം ഒരു സെക്കുലറിസ്റ്റ് കൺട്രി ആയിരിക്കും, മതേതരത്വ രാജ്യമായിരിക്കും. അതുകൊണ്ട് ഇസ്ലാം എന്ന മതം ഇവിടെ ഔദ്യോഗിക മതമായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ഒഫീഷ്യൽ റിലീജിയൻ എന്നുള്ള പദവിയിൽ നിന്നും മാറ്റി. അതോടൊപ്പം തന്നെ ബാൻഡ് അറബിക് ലാംഗ്വേജ് ആൻഡ് ഫ്രം ഒഫീഷ്യൽ ലാംഗ്വേജ്. അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയിൽ നിന്നും ഒഴിവാക്കി അദ്ദേഹം എന്നുള്ളത്. അറബി ഭാഷ എന്നുള്ളത് ഔദ്യോഗിക ഭാഷയായിട്ട് വേണ്ട, എല്ലാ ഭാഷയും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അറബി ഭാഷയെ ഒഴിവാക്കുകയും അറബി ഭാഷയെ ഔദ്യോഗിക ഭാഷയുടെ പദവിയിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് അദ്ദേഹം വോട്ടവകാശം കൊടുത്തു. ആ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരവും അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് അദ്ദേഹം അധികാരത്തിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കമാലിസം എന്നുള്ളൊരു ഏരിയയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ് കമാലിസം എന്നുള്ളത്. അതായത് മുസ്തഫ കമാൽ പാഷ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ പൊളിറ്റിക്കൽ ഫിലോസഫി ജനറലി നോൺ ആസ് ദ 6 പ്രിൻസിപ്പിൾസ് ഓഫ് കമാൽ ഓർ ദ 6 ആരോസ് ഓഫ് കമാൽ ഓ കമാലിസം ഇൻ ദ പാർട്ടി കോൺഗ്രസ് ഓഫ് 1931. 1931 നടത്തിയിട്ടുള്ള പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമായിട്ടുള്ള കമാലിസം എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സിദ്ധാന്തം അദ്ദേഹം രൂപീകരിച്ചു എന്നുള്ളത്. ഈ കമാലിസത്തിൽ പറയുന്നത് തുർക്കി ഇനി അങ്ങോട്ട് ഒരു 6 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കമാലിസം എന്നറിയപ്പെടുന്ന ഫിലോസഫിയിൽ അധിഷ്ഠിതമായിരിക്കും എന്നുള്ളതാണ്. 6 കാര്യങ്ങൾ. ഒന്നാമത്തതാണ് റവല്യൂഷണലിസം, രണ്ടാമത്തത് റിപ്പബ്ലിക്കാനിസം, മൂന്നാമത്തത് സെക്കുലറിസം, നാലാമത്തത് സ്റ്റേറ്റിസം, അഞ്ചാമത്തത് നാഷണലിസം, ആറാമത്തത് പോപ്പുലിസം എന്നുള്ളത്. ഇതിനെയാണ് 6 ആരോസ് ഓഫ് അല്ലെങ്കിൽ 6 പ്രിൻസിപ്പിൾസ് ഓഫ് കമാൽ എന്നറിയപ്പെടുന്നത്. അതായത് തുർക്കിയിൽ ഇനി അങ്ങോട്ട് ഒന്നാമത്തേത് റവല്യൂഷണലിസം, എല്ലാ മേഖലയിലും ഒരു വിപ്ലവാത്മകരമായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളത്. ഓട്ടോമൻ ഭരണാധികാരികൾ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ഭരണമായതുകൊണ്ട് എല്ലാ മേഖലയിലും ഒരു മതത്തെയൊക്കെ അവർ കടത്തിയിട്ടുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങളൊക്കെ കൂടുതലായിരുന്നു. അപ്പം അത്തരത്തിലുള്ള എല്ലാ മേഖലയിലും ഒരു വിപ്ലവാത്മകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു റവല്യൂഷണലിസം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയിരുന്നത്. രണ്ടാമത്തത് റിപ്പബ്ലിക്കാനിസം എന്നുള്ളതാണ്. റിപ്പബ്ലിക്കാനിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുർക്കി ഇനി അങ്ങോട്ട് ഒരു റിപ്പബ്ലിക് ആയിരിക്കും, ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. മൂന്നാമത്തത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് സെക്കുലറിസം എന്നുള്ളത്, മതേതരത്വം. തുർക്കി എന്നറിയപ്പെടുന്ന രാജ്യം ഇനിയൊരു മതേതരത്വ രാജ്യമായിരിക്കും. ഒരു മതത്തിനും പ്രാധാന്യം കൊടുക്കില്ല, എല്ലാ മതങ്ങൾക്കും ഈക്വലായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വ രാജ്യമായിരിക്കും എന്നുള്ളതായിരുന്നു സെക്കുലറിസം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്.
നാലാമത്തത് സ്റ്റേറ്റിസം എന്നുള്ളതാണ്. സ്റ്റേറ്റിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുർക്കിയിലെ എല്ലാ കാര്യങ്ങളും, തുർക്കിക്കൊരു വിശാലമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള സാമ്പത്തിക ഘടന ഉണ്ടാക്കുക എന്നുള്ളത്. പുറത്തുനിന്നുള്ള രാജ്യക്കാരൊന്നും തുർക്കിയിലേക്ക് കൈകടത്താതെ, തുർക്കിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ ഇടപെടാതെ, തുർക്കി എന്നറിയപ്പെടുന്ന രാജ്യത്തിന്, സ്റ്റേറ്റിന് ഒരു സ്വതന്ത്രമായിട്ടുള്ള സാമ്പത്തിക ഘടന ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സ്റ്റേറ്റിസം വഴി അദ്ദേഹം ലക്ഷ്യമിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തത് നാഷണലിസം എന്നുള്ളതാണ്. നാഷണലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേശീയത എന്നുള്ളതാണ്. തുർക്കിയിലെ എല്ലാ പൗരന്മാരും തുർക്കിക്കാരാണ്. മില്ലറ്റ് സമ്പ്രദായമൊക്കെ അദ്ദേഹം ഒഴിവാക്കുകയും എല്ലാ ജനങ്ങളെയും തുർക്കി പൗരന്മാരായിട്ട് അദ്ദേഹം കണക്കാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് നാഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തത് പോപ്പുലിസം എന്നുള്ളതാണ്. പോപ്പുലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മാറ്റങ്ങളും അല്ലെങ്കിൽ എന്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം എല്ലാ മാറ്റങ്ങളും എന്നുള്ളതാണ് പോപ്പുലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഈ 6 കാര്യങ്ങളെയാണ് കമാലിസം, റവല്യൂഷണലിസം, പോപ്പുലിസം, സെക്കുലറിസം, സ്റ്റേറ്റിസം, അതേപോലെ തന്നെ നാഷണലിസം, പോപ്പുലിസം, ഈ 6 കാര്യങ്ങളെയാണ് കമാലിസം എന്നറിയപ്പെടുന്നത്. 1931 അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഈ കമാലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. താങ്ക്സ്.